ഹേ ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹങ്കർ ഹാർഡ്ഷിപ്പ് ആൻഡ് പോപ്പുലർ റിവോൾട്ട് എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ ദ റൊമാൻറ്റിക് ഇമാജിനേഷൻ ആൻഡ് നാഷണൽ ഫീലിംഗ് എന്ന ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്താണ്. പിന്നെ അതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ അതിൻ്റെ മുന്നുള്ള ടോപ്പിക്സും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആദ്യം അതൊന്ന് പോയി കണ്ടു നോക്കുക. അത് ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഹങ്കർ ഹാർഡ്ഷിപ്പ് ആൻഡ് പോപ്പുലർ റിവോൾട്ട് എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. The 1830s were years of great economic hardship in Europe. അപ്പോൾ 1830s എന്ന് പറയുന്നത് ഗ്രേറ്റ് എക്കണോമിക് ഹാർഡ്ഷിപ്പിൻ്റെ ഒരു ഇയേഴ്സ് ആയിരുന്നു, ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്, അത് ജസ്റ്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് എനോർമസ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഓൾ ഓവർ യൂറോപ്പ് അവിടെ കാണാൻ പറ്റിയത്. അവർക്ക് അൺകൺട്രോളബിൾ രീതിയിൽ പോപ്പുലേഷൻ വളരെയധികം യൂറോപ്പിൽ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തതോടൊപ്പം തന്നെ ഈ ഗ്രോയിങ് പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ള എംപ്ലോയ്മെൻ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റ് ഓൾസോ ഇൻക്രീസ്ഡ്. അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തു. പിന്നെ മെഷീൻ മെയ്ഡ് ഗുഡ്സിൻ്റെ കോമ്പറ്റീഷൻ സ്മോൾ പ്രൊഡ്യൂസേഴ്സിന് വളരെ ഒരു അടിയായിരുന്നു. അത് അവരുടെ ലൈവ്ലിഹുഡ് പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ ഈ മെഷീൻ മെയ്ഡ് ഗുഡ്സിൻ്റെ കോമ്പറ്റീഷൻ അവരെ റൂയിൻ ചെയ്തു. പിന്നെ പെസൻസ് ഫ്യൂഡൽ ഡ്യൂസ് വെച്ച് ബേർഡൻഡ് ആയിരുന്നു. ബാഡ് ഹാർവെസ്റ്റ് കൂടി ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ ബാഡ് ഹാർവെസ്റ്റ് കാരണം ഹൈ ഫുഡ് പ്രൈസസും അതോടൊപ്പം തന്നെ വൈഡ് സ്പ്രെഡ് പോപ്പുലേഷനും റിസൾട്ടായി വന്നു. അങ്ങനെ ഈ ഗ്രോയിങ് പോപ്പുലേഷൻ, ഈ ഒരു വലിയ പോപ്പുലേഷൻ ദേ ഹാഡ് ടു മൈഗ്രേറ്റ് ടു സിറ്റീസ്. ബിക്കോസ് റൂറൽ ഏരിയാസിലൊന്നും അവർക്ക് എംപ്ലോയ്മെൻറ്റ് കാണാൻ പറ്റാത്തതുകൊണ്ട് അവർ സിറ്റീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അങ്ങനെ സിറ്റീസ് ഓവർ ക്രൗഡഡ് സ്ലംസ് ആയിട്ട് മാറി. ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഫുൾ എക്കണോമിക് ഹാർഡ്ഷിപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ ദ ഇയർ 1848 വാസ് വൺ സച്ച് ഇയർ. 1848 എന്ന് പറയുന്ന ഇയറിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് പറഞ്ഞ ഫ്രെഡറിക് സൊറേവിൻ്റെ പെയിൻറ്റിങ് പോലും വരച്ചിട്ടുണ്ടായിരുന്നത് 1848 പിന്നെ ഈ ഒരു ടൈമിൽ വൈഡ് സ്പ്രെഡ് പോപ്പുലിസം ഒക്കെ ഉണ്ടാവുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അന്ന് ഫുഡ് ഷോർട്ടേജ് കാരണം വൈഡ് സ്പ്രെഡ് അൺഎംപ്ലോയ്മെന്റ് കാരണമൊക്കെ പാരീസിലുള്ള ആൾക്കാർ ദിവർ ഔട്ട് ഓൺ ദി റോഡ്സ്. അവർക്ക് ജോലിയില്ല, കൂലിയില്ല, താമസിക്കാൻ വീടില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. വീടാണെങ്കിൽ തന്നെ ആൾക്കാർക്ക് പട്ടിണി, പ്രശ്നങ്ങൾ, ഫുൾ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ആണ്. അങ്ങനെ ആൾക്കാർ ആകെ ഭ്രാന്തരായിട്ട് ദിവർ ഔട്ട് ഓൺ ദി റോഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു യൂണിറ്റിന്റെ ഫസ്റ്റിൽ കൺസർവേറ്റീവ്സ് അവിടെ ബൂർബൺ ഡൈനാസ്റ്റി റീസ്റ്റോർ ചെയ്തു. പക്ഷെ ആ ഒരു റീസ്റ്റോർ ചെയ്ത ആ ഒരു ബൂർബൺ ഡൈനാസ്റ്റിനെ ഈ ലിബറൽസ് ഓവർത്രോ ചെയ്തിട്ട് അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഫോം ചെയ്തു അണ്ടർ ലൂയി ഫിലിപ്പ് ആയിരുന്നു അതിൻ്റെ ഹെഡ്. നൗ ആസ് ദ സിറ്റുവേഷൻ ടേൺഡ് വയലന്റ് ആൻഡ് ദ റൂളേഴ്സ് ഈവൻ കുഡ് നോട്ട് കൺട്രോൾ ഇറ്റ്. ഇപ്പോൾ ബാരിക്കേഡ്സ് വെർ ഇറക്റ്റഡ് ആൻഡ് ലൂയി ഫിലിപ്പ് വാസ് ഫോഴ്സ്ഡ് ടു ഫ്ലീ. അയാളെ അവിടെ നിന്ന് പുറത്താക്കി. ആൻഡ് ഒരു നാഷണൽ അസംബ്ലി, അവിടെ ഉണ്ടായിരുന്ന നാഷണൽ അസംബ്ലി ഫ്രാൻസിനെ സ്വയം റിപ്പബ്ലിക് ആയിട്ട് പ്രൊക്ലെയിം ചെയ്തിട്ട് ടു ഓൾ അഡൾട്ട് മെയിൽസ് അബൌട്ട് 21 ദി ഗ്രാൻഡഡ് സഫ്രേജ്. 21 വയസ്സിന് മുകളിലുള്ള എല്ലാ അഡൾട്ട് മെയിൽസിനും സഫ്രേജ് ഗ്രാൻഡ് ചെയ്തു. വിമനെ അപ്പോഴും അവിടെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, മെന്നിന് മാത്രമാണ് അവിടെ കൺസെഷൻ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഗ്യാരണ്ടീഡ് ദ റൈറ്റ് ടു വർക്ക്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് നടന്ന ഒരു ഇയർ ആയിരുന്നു 1848. ലൂയി ഫിലിപ്പ് വാസ് ഫോഴ്സ്ഡ് ടു ഫ്ലീ. പിന്നെ ഫുൾ എക്കണോമിക് ഹാർഡ്ഷിപ്പ് in Europe. Then France proclaimed a republic, granted suffrage to all adult males above 21 and guaranteed the right to work. 1845 എന്ന ഇയറിൽ റൂറൽ ഏരിയാസിൽ നടന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഈ ഒരു പാരഗ്രാഫ്സിലൊക്കെ ആയിട്ട് തന്നിട്ടുള്ളത്. ഇത് വീവേഴ്സ് ആൻഡ് സിലീഷ്യയുടെ അവരുടെ റിവോൾട്ടിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഈ സിലീഷ്യയിലെ വീവേഴ്സ് അന്നത്തെ വില്ലേജസിലൊക്കെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് കോട്ടൺ വീവിങ് ആയിരുന്നു. അങ്ങനെ ഈ വീവേഴ്സൊക്കെ അവർ വീവ് ചെയ്തിട്ട് അവർ കോൺട്രാക്ടേഴ്സിനെ വിൽക്കുന്ന ഒരു സംഗതിയായിരുന്നു അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവർ ഈ ഒരു റിവോൾട്ട് നടത്തിയത് ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദെയർ കോൺട്രാക്ടേഴ്സിനെതിരെ ആയിരുന്നു അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഹു സപ്ലൈഡ് ദം റോ മെറ്റീരിയൽ ആൻഡ് ഗേവ് ദം ഓർഡേഴ്സ് ഫോർ ഫിനിഷ്ഡ് ടെക്സ്റ്റൈൽസ് ബട്ട് ഡ്രാസ്റ്റിക്കലി റിഡ്യൂസ് ദെയർ പേയ്മെന്റ്സ്. അതായത് അവർക്ക് റോ മെറ്റീരിയൽ ഒക്കെ സപ്ലൈ ചെയ്തിട്ട് ഫിനിഷ്ഡ് ഗുഡ്സിനുള്ള ഓർഡർ കൊടുത്തതിന് ശേഷം ഇവർ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്തതിന് ശേഷം ഇവരുടെ പേയ്മെന്റ് കുറക്കുമായിരുന്നു ഈ ഒരു കോൺട്രാക്ടേഴ്സ്. അപ്പോൾ ഓൾറെഡി ഈ ഒരു എക്കണോമിക് ഹാർഡ്ഷിപ്പ് ഉള്ള സിറ്റുവേഷനിൽ അവർക്ക് ആകെ കൂടി കിട്ടുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അത് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു വ്യൂവേഴ്സ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം
അവരുടെ പൈസ കുറക്കാണ്. അവർക്ക് ഡിസേർവ് ചെയ്യുന്ന ആ ഒരു പൈസ കുറഞ്ഞു കിട്ടുമ്പം അവർക്ക് എത്രത്തോളം ദേഷ്യം ഉണ്ടാവും. ആ ഒരു ദേഷ്യമാണ് അവർ ഈ ഒരു റിവോൾട്ടിലൂടെ എക്സ്പ്രസ് ചെയ്തത്. അങ്ങനെ വില്യം വൂൾഫ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഈ ഒരു സിറ്റുവേഷനെ അദ്ദേഹം അന്ന് കാലങ്ങളിൽ വിറ്റ്നസ് ചെയ്ത ആ ഒരു സിറ്റുവേഷനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പറിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു ഡേനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓൺ 4 ജൂൺ at 2 PM ഒരു ലാർജ് ക്രൗഡ് ഓഫ് വീവേഴ്സ് അവരുടെ വീടുകളിൽ നിന്നും ഇറങ്ങിയിട്ട് അവരുടെ കോൺട്രാക്ടേഴ്സിന്റെ വീട്ടിലേക്ക് അവർ ചെല്ലാണ്. ദേ മാർച്ച്ഡ് ഇൻ പെയർസ് അപ് ടു ദ മാൻഷൻ ഓഫ് ദെയർ കോൺട്രാക്ടർ ഡിമാൻഡിങ് ഹയർ വേജസ് ഡിമാൻഡ് ചെയ്തിട്ട് ഈ ഒരു വീവേഴ്സിന്റെ ഒരു ലാർജ് ക്രൗഡ് ഈ കോൺട്രാക്ടേഴ്സിന്റെ മാൻഷനിലേക്ക് എത്താണ്. അവിടെ ചെന്നപ്പോൾ ഇവരെ വളരെ മോശമായ രീതിയിലാണ് ഇവരോട് ഈ ഒരു കോൺട്രാക്ടേഴ്സ് പെരുമാറുന്നത്. അപ്പൊ ഇവർ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെന്നിട്ടുണ്ട്, അവർ ഡിമാൻഡ് ചെയ്യാണ് ഹയർ വേജസ്. പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഇവരുടെ കോൺട്രാക്ടേഴ്സ് ഇവരോട് പെരുമാറുന്നത്. സോ ദേ ടേൺഡ് വയലന്റ്. അവർക്ക് സ്വയം കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ആൻഡ് ദേ ടേൺഡ് വയലന്റ്. അങ്ങനെ അവിടെ കണ്ടതും എല്ലാം അവർ അടിച്ച് പൊളിക്കുകയാണ്. എലഗന്റ് വിൻഡോ പെയിൻസ്, ഫേർണിച്ചർ, പോഴ്സ്ലിൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവരെ അവിടെ നശിപ്പിക്കുകയാണ്. പിന്നെ ക്ലോത്ത് ഒക്കെ അവർ വലിച്ചു കീറി ആകെ നശിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഈ കോൺട്രാക്ടറും അയാളുടെ ഫാമിലിയും കൂട്ടിയിട്ട് അടുത്തുള്ള വില്ലേജിലേക്ക് നാട് വിടുകയാണ്. ഈ കോൺട്രാക്ടർ നാട് വിട്ട് 24 മണിക്കൂറിന് ശേഷം അയാൾ ഒരു ആർമിനായിട്ട് തിരിച്ചു വന്നിട്ട് ഈ വീവേഴ്സിനോട് റിവെഞ്ച് എടുക്കുകയാണ്. ആൻഡ് 11 വീവേഴ്സ് വേർ ഷോട്ട്. സച്ച് എ ഡ്രാസ്റ്റിക് ഇവന്റ് ആയിരുന്നു അന്ന് നടന്നത്. അപ്പോൾ ഇനി എന്തായാലും യൂണിറ്റ് 3-ൽ നമുക്ക് ഇനി ഒരു ടോപ്പിക്കും കൂടി ബാക്കിയുള്ളൂ, ദ റെവല്യൂഷൻ ഓഫ് ദി ലിബറൽസ്. അത് ഞാൻ നാളെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നാളത്തോടെ യൂണിറ്റ് 3-യും കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നമുക്ക് യൂണിറ്റ് 4-ഉം 5-ഉം 6-ഉം ഉണ്ട്. 5-ഉം 6-ഉം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ യൂണിറ്റ്സ് ആണ്. എസ്പെഷ്യലി 5 വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്. അത് നമുക്ക് ആകെ 2-3 കാര്യങ്ങൾ അതിൽ പഠിച്ചെടുക്കാനുള്ളൂ. പിന്നെ 4-ൽ യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി, ഇറ്റലി ആൻഡ് ബ്രിട്ടൻ ആണ്. നല്ല രസകരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ ദ റെവല്യൂഷൻ ഓഫ് ലിബറൽസ് എന്ന ടോപ്പിക്ക് കവർ ചെയ്യുന്നതായിരിക്കും.